Aldehydes and ketones in the preparation നമുക്ക് 3 സെറ്റ് ആയിട്ടാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഭാഗം ജനറൽ മെത്തേഡ്സ്, ആൽഡിഹൈഡ്സും കീറ്റോൺസും ഒക്കെ പ്രിപ്പയർ ചെയ്യാവുന്ന ചില ജനറൽ മെത്തേഡ്സ് ആണ്. പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ, അതേപോലെ സ്പെസിഫിക് ആയിട്ട് കീറ്റോൺസിന്റെ പ്രിപ്പറേഷൻ. ആദ്യത്തെ സെറ്റ് ജനറൽ മെത്തേഡ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് ആൽക്കഹോൾസ് ആൻഡ് ഓക്സിഡേഷൻ വിൽ ഗിവ് ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. അതിപ്പോ പ്രൈമറി ആൽക്കഹോൾസ് ആണെങ്കിൽ ഇപ്പൊ CH2OH, primary alcohols on oxidation will give aldehydes. ഒരു കാര്യം പഠിച്ചത് ഓർക്കുന്നുണ്ടാവും, ആൽഡിഹൈഡ്സ് വളരെ പെട്ടെന്ന് തന്നെ, ഇഫ് യു യൂസ് എ വെരി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്, ആൽഡിഹൈഡ് അപ്പൊ തന്നെ ആസിഡ് ആയിട്ട് മാറും. അപ്പൊ വി ഹാവ് ടു യൂസ് വെരി മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഹിയർ. ഫോർ എക്സാമ്പിൾ PCC, pyridinium chlorochromate is an example. അങ്ങനെ വരുമ്പോൾ നമുക്ക് RCHO എന്നുള്ള സ്റ്റേജിൽ റിയാക്ഷനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ RCHOH R-, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്സ് ഉപയോഗിക്കാം. എക്സാമ്പിൾ വുഡ് ബി ആൽക്കലൈൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് and the product will be RC+O R-. അത്രയേ ഉള്ളൂ. ഇനി another method for preparation, dehydrogenation of alcohols ആണ്. ഇതും നമ്മൾ പഠിച്ചതാണ്. ഹീറ്റഡ് കോപ്പർ വെച്ചിട്ട് പ്രൈമറി ആൽക്കഹോൾ ഓൺ ട്രീറ്റിംഗ് വിത്ത് കോപ്പർ at 573 Kelvin ആൽഡിഹൈഡ് കിട്ടും. സിമിലർലി സെക്കൻഡറി ആൽക്കഹോൾ ഓൺ ഹീറ്റിംഗ് വിത്ത് കോപ്പർ at 573 Kelvin നമുക്ക് കീറ്റോൺ കിട്ടും. ടെർഷ്യറി ആൽക്കഹോൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. they will undergo this reaction, ആൽക്കീൻ ആയിരിക്കും പ്രോഡക്റ്റ്. ഇവിടെ നമുക്കത് റെലവെന്റ് അല്ല. ഇനി മൂന്നാമത്തേത് ഓസോണോലൈസിസ് ആണ്. ഇത് +1 ടെക്സ്റ്റിലാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആൽക്കീനിന്, ആൽക്കീൻ ഇസ് ട്രീറ്റഡ് വിത്ത് ഓസോൺ, CH3 CH ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻ ആണ്. ദിസ് ഇസ് ട്രീറ്റഡ് വിത്ത് ഓസോൺ. അപ്പൊ ഒരു അഡീഷൻ നടന്നിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും, ഓസോണൈഡ് എന്ന് പറയും. സോ ദിസ് വുഡ് ബി CH3 CH. ഈ ഡബിൾ ബോണ്ടിൽ 2 ബോണ്ടും പൊട്ടും. എന്നിട്ട് ഒരു ഓക്സിജൻ ഇടയിൽ ഇങ്ങനെ കയറും. ദ എൻറ്റയർ ഓസോൺ മോളിക്യൂൾ, 3 ഓക്സിജൻ ആറ്റംസ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കയറും. ഇത് ട്രൈ ഓസോണൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആണ്. ദിസ് ഇസ് ദെൻ ട്രീറ്റഡ് വിത്ത് സിങ്ക് ഡസ്റ്റ് ആൻഡ് വാട്ടർ. ദ ഇന്റർമീഡിയറ്റ് ഇസ് ട്രീറ്റഡ് വിത്ത് സിങ്ക് ഡസ്റ്റ് ആൻഡ് വാട്ടർ. അപ്പൊ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓക്സിജൻ ബൈൻഡ് ചെയ്തിരിക്കുന്ന ആ പോയിന്റ്സിലാണ് പൊട്ടുക, ഇവിടെയാണ് പൊട്ടുക. എന്നിട്ട് അവിടെയൊക്കെ ഡബിൾ ബോണ്ട് O വരും. സോ യുവർ പ്രോഡക്റ്റ് വുഡ് ബി, ഒരു സൈഡില് CH3 CH ഡബിൾ ബോണ്ട് O വരും, മറ്റേ സൈഡില് ദാറ്റ് വിൽ ബി CH2 ഡബിൾ ബോണ്ട് O. CH2 ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെത്തനാൽ, 2 ഹൈഡ്രജനും പിന്നെ ഒരു ഡബിൾ ബോണ്ട് ഓവും അല്ലെ, HCHO എന്ന് പറയുന്നത് മെത്തനാൽ തന്നെയാണ് CH2 ഡബിൾ ബോണ്ട് O. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് 2 ആൽഡിഹൈഡ്സ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയത്. CH3 CH ഡബിൾ ബോണ്ട് O, അതേപോലെ CH2 ഡബിൾ ബോണ്ട് O. ഇപ്പൊ ഇന്റർമീഡിയറ്റ് ഒന്നും എഴുതണ്ടെന്നുണ്ടെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് അറിഞ്ഞാൽ മതിയെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഈ ഡബിൾ ബോണ്ടിന്റെ അവിടെ വെച്ചതിനെ മുറിച്ചാൽ മതി. എന്നിട്ട് 2 സൈഡിലും ഡബിൾ ബോണ്ട് O കൊടുത്താൽ മതി. ഇനിയിപ്പോ സപ്പോസ് ഇങ്ങനെ ഒരു ആൽക്കീൻ CH3 CH3 ഡബിൾ ബോണ്ട് CH3. Suppose this undergoes ozonolysis. ആദ്യം O3 വെച്ച് ട്രീറ്റ് ചെയ്തു. Then you treat it with zinc dust and water. ഇവിടെ വെച്ചിട്ടാണ് മുറിയ. എന്നിട്ട് 2 സൈഡിലും ഡബിൾ ബോണ്ട് O കൊടുത്താൽ മതി. So your products would be CH3 C double bond O CH3. So here we got a ketone. ഇവിടെ CH3 CH double bond O. So here we got a ketone and an aldehyde. അപ്പം ഡബിൾ ബോണ്ടഡ് കാർബൺസിൽ 2 സബ്സ്റ്റിറ്റുവൻസ് ഉണ്ടെങ്കിൽ ആ ഭാഗം കീറ്റോൺ ആയിട്ട് കിട്ടും. ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു സബ്സ്റ്റിറ്റുവൻറ്റേ ഉള്ളൂ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റുവൻസ് ഒന്നും ഇല്ല എങ്കിൽ അവിടെ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. സോ ഡിപ്പെൻഡിങ് ഓൺ ദി ആൽക്കീൻ യു ഗെറ്റ് ഡിഫറെന്റ് പ്രോഡക്ട്സ്. ഇതാണ് ഓസോണോലൈസിസ്. ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ഇൻ ദിസ് സെക്ഷൻ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ് ആണ്. ഇതും നമ്മൾ +1 പഠിക്കുന്നതാണ്. ആൽക്കൈൻസ് ആർ ട്രീറ്റഡ് വിത്ത് വാട്ടർ in the presence of sulfuric acid and mercuric sulfate. For example, CH
triple bond CH plus H2O in the presence of sulfuric acid and mercuric sulfate. രണ്ട് ഹൈഡ്രജൻ ഒരു ഭാഗത്തേക്ക് പോവും, ഡബിൾ ബോണ്ട് O മറ്റേ ഭാഗത്തേക്ക് പോവും. സോ ദിസ് വിൽ ബി എ പ്രോഡക്റ്റ്. ഈഥൈൻ മാത്രമാണ് പ്രോഡക്റ്റ് ആയിട്ട് ആൽഡിഹൈഡ് തരാം. വേറെ ഏത് ആൽക്കൈൻ എടുത്താലും പ്രോഡക്റ്റ് വിൽ ബി എ കീറ്റോൺ. കാരണം അഡീഷൻ നടക്കുന്നത് എപ്പോഴും മാർക്കോവ്നിക്കോഫ് റൂൾ പ്രകാരമാണ്. അപ്പൊ എൻഡിലുള്ള കാർബണിലേക്കൊക്കെ ആയിരിക്കും എപ്പോഴും ഹൈഡ്രജൻ പോവുക. എൻഡിലുള്ള കാർബണിൽ ഒരിക്കലും ഓക്സിജൻ പോവില്ല. സോ if you take this example, CH3C triple bond CH, propine ആണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ you do the same thing, plus H2O in the presence of sulfuric acid and mercuric sulfate. ഇവിടെ നോക്കൂ, അഡീഷൻ നടക്കേണ്ടത് ഇവിടെയും ഇവിടെയുമാണ്. അപ്പോൾ ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലേക്കാണ് ഹൈഡ്രജൻ പോവുക. അപ്പോൾ ആ CH എന്നുള്ളത് CH3 ആയി മാറും, നടുവിലുള്ള കാർബൺ ഡബിൾ ബോണ്ട് ആവും. സോ ഈ പ്രോഡക്റ്റ് വിൽ ബി a ketone and not an aldehyde. CH3 C double bond O CH3 എന്നാണ് വരിക. ഈഥൈൻ മാത്രം ആൽഡിഹൈഡ് തരും, മറ്റെല്ലാ ആൽക്കൈൻസും കീറ്റോൺസ് ആണ് തരും. റൈറ്റ്. അപ്പൊ ഇത്രയും ജനറൽ മെത്തേഡ്സ് ആണ്. നമുക്ക് ലെറ്റ് us look at some specific examples അല്ലെങ്കിൽ specific methods for preparing aldehydes. First one is Rosenman reduction, where the preparation is done from acyl chloride അഥവാ acid chloride എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ബെൻസോയിൽ ക്ലോറൈഡ് ആണ്. റിയേജന്റ് വരുന്നത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പെലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ് ആണ്. പ്രോഡക്റ്റ് ഇസ് ബെൻസാൽഡിഹൈഡ്. കാരണം ഇവിടെ Cl പോയി അവിടെ H വന്നു, C ഡബിൾ ബോണ്ടോ H, ദാറ്റ് ഇസ് ബെൻസാൽഡിഹൈഡ്. അവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യണോണ്ടാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ Rosenman reduction. ഇത് ബെൻസോയിൽ തന്നെ ആവണമെന്നില്ല, എനി ആസിഡ് ക്ലോറൈഡിന് ദിസ് വിൽ. അടുത്തത് സ്റ്റീഫൻ നൈട്രൽസ്, അതായത് സയനൈഡ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. സയനൈഡ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് സ്റ്റീഫൻ റിയാക്ഷൻ. RCN alkyl cyanide is treated with, okay, let me just delete this. Okay. Cyanide, alkyl cyanide അല്ലെങ്കിൽ നൈട്രൽ is treated with SnCl2 and HCl. സ്റ്റാനസ് ക്ലോറൈഡും HCl-ഉം വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുക, നമുക്കറിയാം RCN എന്ന് പറഞ്ഞാൽ RC ട്രിപ്പിൾ ബോണ്ട് N ആണ്. ആദ്യം ഒരു റിഡക്ഷൻ ആണ് നടക്കുന്നത്. കാരണം SnCl2 plus HCl റിയാക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി സംഭവിക്കുക SnCl2 ക്ലോറൈഡിനെ എടുക്കും, എന്നിട്ട് ഹൈഡ്രജൻ റിലീസ് ചെയ്യാണ് ചെയ്യുക. സോ SnCl2 tin gets oxidized actually, SnCl4 ആവും, എന്നിട്ട് ഹൈഡ്രജനെ റിലീസ് ചെയ്യും. ആ ഹൈഡ്രജൻ ഈ ട്രിപ്പിൾ ബോണ്ടിന്റെ അക്രോസ് ആഡ് ചെയ്യാണ് ചെയ്യുക. RCH ഡബിൾ ബോണ്ട് NH എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. അതിനെ ഹൈഡ്രലൈസ് ചെയ്യാണ് ചെയ്യുക. One second. ഈ പെർട്ടിക്കുലർ കോമ്പൗണ്ട് RCH ഡബിൾ ബോണ്ട് NH-നെ ഹൈഡ്രലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുറിഞ്ഞിട്ട് ആ ഡബിൾ ബോണ്ടിന്റെ അവിടെ മുറിയും. അത് മുറിഞ്ഞിട്ട് ഇവിടെ യു ഹാവ് ദിസ് ബ്രേക്ക് ഹിയർ, അവിടെ ഡബിൾ ബോണ്ട് O വരും. സോ യു ഹാവ് RCH ഡബിൾ ബോണ്ട് O ആൻഡ് പ്രോബബ്ലി NH3 വിൽ ബി ദി ബൈ പ്രോഡക്റ്റ്. ദിസ് ഇസ് കോൾഡ് ആസ് സ്റ്റീഫൻ റിയാക്ഷൻ. ഇനി സയനൈഡ്സിൽ നിന്ന് ആൽഡിഹൈഡ് ഉണ്ടാക്കാനായിട്ട് there is another method using DiBALH. DiBALH എന്ന് പറഞ്ഞാൽ ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. അപ്പൊ അലൂമിനിയത്തിന്റെ കൂടെ രണ്ട് ഐസോബ്യൂട്ടൈൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. രണ്ടും ബൾക്കി ഗ്രൂപ്പുകളാണ്, ഒരു ഹൈഡ്രജൻ ഉണ്ടാവും.
ഇതൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഈ ഐസോബ്യൂട്ടൈൽ ഗ്രൂപ്പ് രണ്ടും വലുതാണ്. അപ്പൊ ഹൈഡ്രജൻ വളരെ പെട്ടെന്ന് ഒരു സ്റ്റെറിക് ഇഫക്റ്റ് കാരണമൊക്കെ ഹൈഡ്രജൻ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് റിമൂവ്ഡ് ആവും. സോ ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് ഓർ ഡിബാലച്ച് ഇസ് എ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ നമുക്ക് സയനൈഡിനെ ഡിബാലച്ച് വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി. നേരത്തെ പോലെ റിഡക്ഷൻ നടക്കും. അതിനെ ഹൈഡ്രലൈസ് ചെയ്താലും നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഓൾറെഡി ഡബിൾ ബോണ്ട് ഒക്കെ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇതിനെ ഡിബാലച്ച് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് വെരി സ്പെസിഫിക്. കണ്ടോ, പ്രോഡക്റ്റില് ഈ ഡബിൾ ബോണ്ടിന് ഒന്നും സംഭവിച്ചില്ല. ആ സയനൈഡിന്റെ ബോണ്ട് മാത്രമാണ് CHO ആയി മാറിയത്. അപ്പൊ റിഡക്ഷൻ നടന്നത് only in the cyanide group. So Dibalac is a very specific reagent. ഒരു നോർമൽ ഡബിൾ ബോണ്ടിനെ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെ അതൊന്നും ചെയ്തില്ല, അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ ഇറ്റ് ഇസ് വെരി സ്പെസിഫിക് ടു സയനൈഡ് ഗ്രൂപ്പ്. ഇനി മറ്റൊരു മെത്തേഡ് എസ്റ്റേഴ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. വൺസ് അഗൈൻ Dibalac is the preferred reducing agent. അതായത് ഒരു എസ്റ്റർ ആണ്. 10 കാർബൺ ആറ്റംസ് ഒരു സൈഡിൽ ചെയിൻ ഉണ്ട്, C ഡബിൾ ബോണ്ട് O C2H5. ഡിബാലച്ച് വെച്ച് ട്രീറ്റ് ചെയ്താൽ ഈ കഷ്ണം അങ്ങനെ അങ്ങ് പോകും. എന്നിട്ട് അവിടെ ഹൈഡ്രജൻ വരികയാണ് ചെയ്യാം. അഗൈൻ വളരെ സ്പെസിഫിക് ആണ്. എസ്റ്റർ ലിങ്കേജിന്റെ അവിടെ മാത്രമേ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി ടൊളുവീൻ ഡെറിവേറ്റീവ്സിൽ നിന്ന് നമുക്ക് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാൻ പറ്റും. അതിന് യു ഹാവ് 2 or 3 മെത്തേഡ്സ്. ദ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ഇറ്റാർഡ് റിയാക്ഷൻ. ടൊളുവീൻ ഇസ് ട്രീറ്റഡ് വിത്ത് ക്രോമൈൽ ക്ലോറൈഡ് CrO2Cl2. നോക്കൂ, CrO2Cl2ന്റെ സ്ട്രക്ചർ നമുക്കിപ്പോ എങ്ങനെ കാണാം. ഇത് ബെൻസീൻ റിംഗ് ആണ്. ഇവിടെ നമുക്ക് CH3 അല്ലെ, 1 2 3 എണ്ണം ഉണ്ട്. ക്രോമൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cr ഡബിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് O Cl Cl. ഇതാണ് ക്രോമൈൽ ക്ലോറൈഡ്. So what happens here is രണ്ട് ഹൈഡ്രജൻസ് റീപ്ലേസ്ഡ് ആവും. ഇതിനെ ഒന്ന് വേറെ തരത്തിൽ വരയ്ക്കാം. ഇവിടെ ഇവിടെ 3 ഹൈഡ്രജൻ ആണ് CH3 ഗ്രൂപ്പിനുള്ളത്. ക്രോമൈൽ ക്ലോറൈഡിന് ഇവിടെ ഡബിൾ ബോണ്ട് O, ഇവിടെ ഡബിൾ ബോണ്ട് O, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ. ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ രണ്ട് ഹൈഡ്രജൻസ് ഇവിടുന്ന് മാറും. ഇവിടെ ഈ ഡബിൾ ബോണ്ടും പൊട്ടും, ഈ ഡബിൾ ബോണ്ടും പൊട്ടും. എന്നിട്ട് ഓൺലി 1 ഹൈഡ്രജൻ, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ആണ്, ഈ CH3 ഒരു ഹൈഡ്രജൻ പോയി, ഈ രണ്ട് ഡബിൾ ബോണ്ട്സും പൊട്ടി. ആ പോയ ഹൈഡ്രജൻ ഇവിടെ പോയി അറ്റാച്ച് ചെയ്തു. അപ്പൊ എന്തുണ്ടായി, ഈ കാർബണും ഈ ഓക്സിജനും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് വന്നു. അപ്പൊ ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കൂ. ഇവിടെ ഈ CHന്റെ കൂടെ യു ഹാവ് OCrOHCl2. ഇതിനെ നമ്മൾ ഒന്നിച്ച് എഴുതുകയാണെങ്കിൽ, ഇങ്ങനെ പരത്തി എഴുതുന്നതിന് പകരം ബ്രീഫായിട്ട് എഴുതുകയാണെങ്കിൽ ദിസ് വിൽ ബി OCrOHCl2. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയി. അപ്പൊ ക്രോമൈൽ ക്ലോറൈഡില് അല്ലെങ്കിൽ ക്രോമൈൽ ക്ലോറൈഡ് ആയിട്ട് ടൊളുവീനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ മാറിയാൽ അതിന് പകരം അവിടെ OCrOHCl2 എന്നുള്ള ഗ്രൂപ്പ് വരും. ഇതുപോലെ ഒരു ഹൈഡ്രജനും കൂടിയും റീപ്ലേസ്ഡ് ആവും. അപ്പോൾ ഇവിടെ വീണ്ടും OCrOHCl2. അങ്ങനെ ടൊളുവീനിലെ CH3യിലുള്ള 2 ഹൈഡ്രജൻസ് ആർ റീപ്ലേസ്ഡ് ബൈ OCrOHCl2. അപ്പൊ ഇതിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാം. ഇവിടെ ഒരു CH ഇരിക്കട്ടെ, ഹൈഡ്രജൻ ഒരെണ്ണം ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, അതിന്റെ കൂടെ OCrOHCl2 ട്വൈസ് എഴുതാം. ഇതാണ് ഇന്റർമീഡിയറി. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇത് പഠിക്കേണ്ട. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് കാണുമ്പോൾ അത് എന്താണ്, എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇന്റർമീഡിയറ്റ് പഠിക്കുകയാണെങ്കിൽ ഇത്രേ പഠിക്കണം. ഇറ്റ്സ് എ ക്രോമിയം കോംപ്ലക്സ്. കണ്ടോ, ബെൻസീന്റെ കൂടെ CH OCrOHCl2 ട്വൈസ്.
ഇനി വേറെ ഒന്നും വേണ്ട, അതിനെ ഹൈഡ്രലൈസ് ചെയ്താൽ മതി. ആ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം മൊത്തം പോയിട്ട് അവിടെ ഡബിൾ ബോണ്ട് ഓ വരും. കാരണം 2 ഹൈഡ്രജന് പകരമല്ലേ, അപ്പൊ 2 വാലൻസീസിനെ ഇത് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അത് മൊത്തം പോയിട്ട് അവിടെ ഡബിൾ ബോണ്ട് ഓ വരും. അത്രേ ഉള്ളൂ. യു ഗെറ്റ് ബെൻസാൽഡിഹൈഡ്. സിമിലർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് CrO3യുടെ പ്രസൻസിൽ നടക്കുന്നത്. CrO3 ആൻഡ് അസറ്റിക് ആൻഹൈഡ്രൈഡ്. ഇവിടെ നേരത്തെ പോലെ തന്നെ ഇന്റർമീഡിയറി ഉണ്ടാവാനായിട്ട് 2 ഹൈഡ്രജൻ ഇസ് റീപ്ലേസ്ഡ് ബൈ OCOCH3. 2 ഹൈഡ്രജൻ റീപ്ലേസ്ഡ് ബൈ അസറ്റിക് ആൻഹൈഡ്രൈഡിൽ നിന്നുള്ള OCOCH3 രണ്ടെണ്ണം റീപ്ലേസ്ഡ് ആവും. അഗൈൻ ഹൈഡ്രലൈസ് ചെയ്യുന്ന സമയത്ത് ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഒക്കെ പോയിട്ട് നമുക്ക് അവിടെ ഡബിൾ ബോണ്ട് ഓ വരും, ബെൻസാൽഡിഹൈഡ് കിട്ടും. Another method is toluene is treated with chlorine in the presence of UV light. HNU എന്ന് പറഞ്ഞാൽ UV ലൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യുമ്പോൾ റിങ്ങിലല്ല ക്ലോറിൻ അഡീഷൻ വരിക, ചെയിനിലാണ് ക്ലോറിൻ ആഡ് ചെയ്യുക. അങ്ങനെ ക്ലോറിൻ ആഡ് ചെയ്തിട്ട് റീപ്ലേസ്മെന്റ് ഓഫ് ഹൈഡ്രജൻ ആണ് നടക്കുക, അല്ലെ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുക. അപ്പൊ ഒരു ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൾ പോസിബിലിറ്റീസ് അതെ. നമ്മൾ എടുക്കുന്ന ഇന്റർമീഡിയറ്റ് 2 ഹൈഡ്രജൻസിന് ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇന്റർമീഡിയറ്റ് ആണ്. ദിസ് ഇസ് കോൾഡ് ബെൻസാൽ ക്ലോറൈഡ്. അഗൈൻ നേരത്തെ പോലെ ഹൈഡ്രലൈസ് ചെയ്താൽ എന്ത് പറ്റും, 2 ക്ലോറിനും പോവും, അവിടെ ഒരു ഡബിൾ ബോണ്ട് ഓ വരും, ആൻഡ് യു ഗെറ്റ് ബെൻസാൽഡിഹൈഡ്. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് ടോൾവീൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു ബെൻസാൽഡിഹൈഡ്. അപ്പൊ ഇത് ചിലപ്പോൾ കൺവേർഷൻ ആയിട്ട് ചോദിക്കാം, കൺവേർട്ട് ടോൾവീൻ ടു ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എനി ഓഫ് ദീസ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ്. ഇനി ഒരു മെത്തേഡ് ഉള്ളത് ബെൻസീനിൽ നിന്ന് നേരെ എടുക്കുക എന്നുള്ളതാണ്. ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാറ്റമാൻ കോച്ച് റിയാക്ഷൻ, നെയിംഡ് റിയാക്ഷൻ എന്നുള്ള നിലയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്, കൺവേർഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെൻസീൻ ഇസ് ട്രീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl in the presence of anhydrous aluminum chloride or copper chloride and benzaldehyde is formed. അപ്പൊ ഒന്നുമില്ലാത്ത ഒരു ബെൻസീനിൽ നേരിട്ട് ഒരു CHO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ called the Gattermann-Koch reaction. Now we move on to the specific methods for preparation of ketones. നമുക്ക് acyl chlorides ൽ നിന്ന് ketones prepare ചെയ്യാം. Acid chlorides RCOCl treated with dialkyl cadmium. ഇതൊരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പുകൾ കാഡ്മിയം എന്ന് പറയുന്ന മെറ്റലിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതാണ് R2CD, ഡൈആൽക്കൈൽ കാഡ്മിയം. അവിടെ സംഭവിക്കുക, ആക്ച്വലി ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ്, അസൈൽ ക്ലോറൈഡ്സ് ഉണ്ട്, കണ്ടോ, R'(C)OCl, അതേപോലെ another R'(C)OCl പ്ലസ് R2CD ആണ്, 2 R ഗ്രൂപ്പുകൾ വിത്ത് 1 കാഡ്മിയം. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ്, ഒരു കാഡ്മിയം 2 ക്ലോറൈഡും കൊണ്ട് കാഡ്മിയം ക്ലോറൈഡ് ആയിട്ട് പോകും. ഫസ്റ്റ് വണ്ണിലേക്ക് ഒരു R ഗ്രൂപ്പ് വരും, സെക്കൻഡ് വണ്ണിലേക്ക് ഒരു R ഗ്രൂപ്പ് വരും. വി ഗെറ്റ് 2 molecules ഓഫ് R'(C)OR. അത് കീറ്റോൺ ആണ്. അപ്പോൾ the product will be 2 molecules of R'(C)OR and cadmium chloride. ഇനി ഈ ഡൈആൽക്കൈൽ കാഡ്മിയം എങ്ങനെ ഉണ്ടാക്കുക, ഗ്രിഗ്നാർഡ് റിയേജന്റും കാഡ്മിയം ക്ലോറൈഡും കൂടി ട്രീറ്റ് ചെയ്താൽ മതി. ഈ MgXും ക്ലോറിനും കൂടി, 2 molecules ഉണ്ട്, ഒരു MgX ഒരു ക്ലോറിനെ എടുക്കും, അങ്ങനെ 2 molecule 2 MgXും 2 ക്ലോറിനും കൂടി 2 MgXCl ആവും. ഇവിടെ 2 R ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുണ്ട്, അത് രണ്ടും കാഡ്മിയത്തിന്റെ കൂടെ പോരും. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഈ സെക്കൻഡ് റിയാക്ഷൻ, ഇറ്റ് ഈസ് ദ മെത്തേഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഡൈആൽക്കൈൽ കാഡ്മിയം. ഈ ഡൈആൽക്കൈൽ കാഡ്മിയം ആണ് ഇവിടെ അസൈൽ ക്ലോറൈഡിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് കീറ്റോൺ തരുന്നത്. ദ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഫ്രം നൈട്രൽസ്. നൈട്രൽസ് അല്ലെങ്കിൽ സയനൈഡ്സ് ആർ ട്രീറ്റഡ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻസ്. നമുക്കറിയാം ഡ്രൈ ഈത്തറിലാണ് റിയാക്ഷൻ നടക്കുക. നോക്കൂ, ഇവിടെ ഒരു അഡീഷൻ റിയാക്ഷൻ ആണ് അല്ലെ, എന്നിട്ടാണ് അഡക്റ്റ് ഉണ്ടാവുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് R(C)N ആണ് സയനൈഡ്. ഇവിടെ യു ഹാവ് R'(MgBr) ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. സോ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഹിയർ, ഈ R' ഈ കാർബണിനെ അറ്റാക്ക് ചെയ്യും, ഇവിടുന്ന് ഒരു ബോണ്ട് നൈട്രജന്റെ അവിടേക്ക് പോകും. അപ്പൊ R(C)R' വരും, ഡബിൾ ബോണ്ട് N- വരും. ആ N- അടുത്ത് MgBr+ വന്ന് നിൽക്കും. അപ്പൊ NMgBr അവിടെ വരും, കണ്ടോ,
ഇവിടെ ഡബിൾ ബോണ്ടിനോട് ചേർന്ന് N-MgBr ആൻഡ് Grignard reagentന്റെ ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ അറ്റാക്ക് ചെയ്ത് കാർബണുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദി അഡക്ട്. ഇനി എളുപ്പമാണ്, ഇത് നമുക്ക് കീറ്റോൺ കിട്ടണമെങ്കിൽ എന്ത് വേണം? N-MgBr കളയണം, ഹൈഡ്രലൈസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ N-MgBr പോയിട്ട് അവിടെ ഡബിൾ ബോണ്ട് O വരും ആൻഡ് യു ഗെറ്റ് ദ കീറ്റോൺ. തേർഡ് മെത്തേഡ് നമുക്ക് ഓൾറെഡി അറിയണതാണ്, ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആണ്. ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷനിൽ ഇപ്പൊ ബെൻസീൻ റിംഗ് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ട്രീറ്റഡ് വിത്ത് RC double bond OCl അല്ലെങ്കിൽ RC double bond OH അസറ്റിക് എൻഹൈഡ്രൈഡ് ഉപയോഗിക്കാം. RC double bond OC double bond OR അസറ്റിക് എൻഹൈഡ്രൈഡ് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്തായാലും റിങ്ങിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. ഇവിടുന്ന് ഒരു ക്ലോറിനും ബെൻസീൻ റിംഗിൽ നിന്ന് ഒരു ഹൈഡ്രജനും HCl ആയിട്ട് പോവും ആൻഡ് യു ഗെറ്റ് ദ പ്രോഡക്റ്റ് ആസ് ഇവിടെ C double bond O R എന്ന് വരും. C double bond O R. This is a ketone. അപ്പൊ ഫിനൈൽ കീറ്റോൺസ് ആണ്, അത് പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ. അപ്പൊ ഇതോടുകൂടി പ്രിപ്പറേഷൻ പാർട്ട് തീരാണ്. Let us just have a look at physical properties also. Melting point, boiling point നെ സംബന്ധിച്ച് aldehydes and ketones have a melting point and boiling point that is higher than that of hydrocarbons and ethers. കാരണം aldehyde ketone C double bond O ഗ്രൂപ്പ് ഉണ്ടല്ലോ. C double bond O ഗ്രൂപ്പിന് പൊളാരിറ്റി ഉണ്ട്. ഓക്സിജന് ചെറിയൊരു ഡെൽറ്റ നെഗറ്റീവും കാർബൺ ഒരു ചെറിയ പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ ഡൈപോൾ ഇന്ററാക്ഷൻസ് ഉണ്ടാവുന്നത് കൊണ്ട് they have slightly higher melting point and boiling point than hydrocarbons. പക്ഷേ ആൽക്കഹോൾസിനേക്കാൾ ഇവർക്ക് മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കുറവാണ്. കാരണം ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവ് നോ ഹൈഡ്രജൻ ബോണ്ടിങ്. ആൽക്കഹോൾസിൽ വളരെ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോൾസിനേക്കാൾ ഇവർക്ക് കുറവാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഹൈഡ്രോകാർബൺസ് ഓർ ഈഥേഴ്സിനേക്കാളും കൂടുതലാണ് ആൽഡിഹൈഡ്സ് കീറ്റോൺസിന്, അതിനേക്കാൾ കൂടുതലാണ് ആൽക്കഹോൾസിന്. ദിസ് വിൽ ബി ദി ഓർഡർ ഓഫ് melting point and boiling point. Solubility നോക്കുമ്പോൾ lower members of aldehydes and ketones are soluble in water കാരണം they can form hydrogen bonds with water. തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഇല്ല എന്നേ ഉള്ളൂ. ഇപ്പൊ RC double bond OH, വാട്ടറിന്റെ HOH, അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യാൻ പറ്റും. C double bond Oന്റെ Oയും വാട്ടറിന്റെ ഹൈഡ്രജനും കൂടി ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോവർ മെമ്പേഴ്സ് സോളബിൾ ഇൻ വാട്ടർ. ഹയർ പോകുമ്പോഴത്തേക്കും ഈ R ഗ്രൂപ്പിന്റെ വലിപ്പം കൂടുമ്പോൾ പിന്നെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. ഇവിടെ ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും ലോവർ മെമ്പേഴ്സിനൊക്കെ ഒരു കുത്തണ മണ്ണാണ് ഉള്ളത്. പക്ഷെ ഹയർ മെമ്പേഴ്സിന് കുറച്ച് ഫ്രേഗ്രന്റ് ഓർഡർ ആണ്. അതുകൊണ്ട് പെർഫ്യൂംസ് ആയിട്ടും ഫ്ലേവറിംഗ് ഏജൻസ് ആയിട്ടും ഒക്കെ അവരെ ഉപയോഗിക്കാം. So with that, we come to the end of this particular section. ഇനി കാണാനുള്ളത് chemical properties ആണ്, which we will watch in the next video. Thank you.